കാലം മുന്നോട്ട് പോകുമ്പോഴാണ് യമദൂതന്മാർ, യമഭടന്മാർ തന്നെ വരിഞ്ഞ് മുറുക്കി കൊണ്ടുപോകുന്നു എന്നുള്ളൊരു തോന്നൽ, ശ്വാസം മുട്ടലും തൻ്റെ ശരീരം മുഴുവൻ ജീവൻ പോകുന്ന വേദനയൊക്കെ അനുഭവിച്ചപ്പോൾ ഒരു നിമിഷം അറിയാതെ ഉറക്ക വിളിച്ചു, നാരായണ, വേദന കൊണ്ട്. ആ സമയത്ത് നാരായണൻ്റെ വിഷ്ണുദൂതന്മാർ വന്ന് ആ യമദൂതന്മാരോട് പറഞ്ഞു, നാരായണ എന്ന് വിളിച്ചുകൊണ്ട് ഇയാൾ സകല പാപത്തിൽ നിന്നും മുക്തനായി. അങ്ങനെ യമദൂതന്മാരും വിഷ്ണുദൂതന്മാരും തമ്മിൽ ഒരു ഡിബേറ്റ്, ചർച്ച, കോടതിയിലൊക്കെ വക്കീൽമാർ ആർഗ്യൂ ചെയ്യുന്ന പോലെ. ഇദ്ദേഹത്തിൻ്റെ പാപം നാരായണ എന്ന് വിളിച്ചാൽ പോവോ? വിഷ്ണുദൂതന്മാർ വാദിച്ചു പോവും. യമദൂതന്മാർ പറഞ്ഞു, എന്നാ പിന്നെ എല്ലാ തോന്നിവാസവും ചെയ്തിട്ട് ലാസ്റ്റ് എന്ത് ചെയ്താൽ മതി? നാരായണ എന്ന് വിളിച്ചാൽ പോരെ, കാര്യം എളുപ്പമായില്ലേ? ഇത് തോന്നിവാസം ചെയ്യാനുള്ളൊരു ലൈസൻസ് അല്ലേ? പറഞ്ഞു, അങ്ങനെയല്ല, വെറുതെ വിളിച്ചാൽ പോരാ, ആ വിളി അങ്ങോട്ട് ഉള്ളിത്തട്ടണം. അതെങ്ങനെയാ അറിയാ? അജാമിളനെ പോലെ വിളിച്ചാൽ പാപം തീരും. ആരെപ്പോലെ? അതെന്താണ് അജാമിളനെ പോലെ വിളിച്ചാൽ പാപം തീരും? അജാമിളൻ്റെ ആ വിളിയോടുകൂടി, അത് വെറും വിളിയായിരുന്നില്ല, അത് അജാമിളന് തന്നെ വലിയൊരു ഉദ്ബോധനമുണ്ടാക്കി, അറിവുണ്ടാക്കി, തിരിച്ചറിവുണ്ടാക്കി. അജാമിളന് മനസ്സിലായി, താൻ നിരന്തരം ചെയ്യുന്ന പാപങ്ങൾ അനുഭവിക്കണം. കാലം എന്നെ വെറുതെ വിടില്ല. കാലം എനിക്ക് ചില പരീക്ഷണങ്ങളൊക്കെ തരും. എവറി ആക്ഷൻ വിൽ ഫോളോ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്നൊക്കെ ന്യൂട്ടൺ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഭാരതീയ ഋഷിവര്യന്മാർക്ക് അറിയാമായിരുന്നു, ഏത് കർമ്മത്തിനും ഒരു കർമ്മഫലം സുനിശ്ചിതമാണ്. കാരണം ഇത് കർമ്മചക്രമാണ് ജീവിതം. ഇപ്പം കർമ്മചക്രം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചിന്തിക്കുന്നോ, നിങ്ങളെന്ത് പ്രവർത്തിക്കുന്നോ, അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തന്നെ ആകർഷണമുണ്ടാക്കും. എന്താണ് കർമ്മഫലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കർമ്മത്തിൻ്റെ ആകർഷണമാണ് കർമ്മഫലം. കർമ്മത്തിനൊരു ആകർഷണമുണ്ട്, മറക്കരുത്. അപ്പം ആരിലേക്കാണ് ആകർഷിക്കുന്നത്? നമ്മളിലേക്കാണ്. ഇപ്പം നിങ്ങളൊരാളെ വേണ്ടാത്തത് വിളിച്ചാലും നിങ്ങളിലേക്കാണ് ആകർഷണം. അപ്പം കാലം നിങ്ങൾക്ക് വീണ്ടും പരീക്ഷണങ്ങൾ തരണം. രാമായണത്തിൽ ശ്രീരാമസ്വാമി ഒരു ബാലിയെ അമ്പെയ്ത് കൊന്നിട്ടുണ്ടെങ്കിൽ, ഒളിയമ്പെയ്ത് കൊന്നിട്ടുണ്ടെങ്കിൽ, ഒരു കൃഷ്ണാവതാരത്തിൽ ഒരു വേടൻ കൃഷ്ണനെയും ഒളിയമ്പിയാൻ കാത്തിരിക്കണം. അത് അവതാരങ്ങൾക്ക് പോലും അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. മനസ്സിലാവുണ്ടല്ലോ? അതാണ് കാലത്തിൻ്റെ നിയോഗം എന്ന് പറയുന്നത്. അവതാരങ്ങൾക്ക് പോലും ഇത്തരം കർമ്മത്തിൻ്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോകണം. രാമായണത്തിൽ ഈ ഒരു സന്ദർഭം വരും. ഗുഹൻ്റെ അടുത്ത് വരുന്ന രാമൻ ഇലകളിൽ കിടന്നുറങ്ങുമ്പോൾ നെഞ്ചുപൊട്ടി ഗുഹന്, പള്ളിമെത്തയിൽ കിടക്കേണ്ട രാമന്, സീതാദേവിക്കും ഈ ഉണക്കപ്പുല്ലിലൊക്കെ കിടക്കേണ്ട, ഇലകളിലൊക്കെ കിടക്കേണ്ട ഗതികേട് വന്നുവല്ലോ. ചോദിക്കുകയാണ്, കൈകേയി മന്ധരാബുദ്ധിമസ്തായ പാപമാചരൻ എന്നാണ്. കൈകേയി ആ മന്ധരയുടെ ബുദ്ധിയോട് ചേർന്നിട്ട് ഈ കൊടും പാപം ചെയ്തതുകൊണ്ടല്ലേ ഇങ്ങനൊരു അനുഭവം രാമനുണ്ടായത്. അതിന് ലക്ഷ്മണൻ ഉത്തരം പറയാണ്, ഗുഹൻ, ആരാരുടെ ദുഃഖത്തിന് കാരണം? ആരും ആരുടെയും ദുഃഖത്തിന് കാരണമല്ല. അതെല്ലാം ഒരു നിയോഗമാണ്. അവനവൻ്റെ ദുഃഖങ്ങൾക്ക് കാരണം സ്വപൂർവാർജിത കർമ്മമേവ നൃണാം. സ്വപൂർവാർജിത കർമ്മം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നതൊക്കെ നാളെ നിങ്ങളുടെ അനുഭവങ്ങളായി വരും. ഇന്ന് ദീനത ചിന്തിക്കുന്നവന് നാളെ ദുഃഖങ്ങൾ തന്നെയാണ്. പിന്നെ നിങ്ങൾ എന്ത് ചിന്തിച്ചു കൂട്ടുന്നോ അത് അനുഭവങ്ങളായി വരും. അപ്പം ആ ഒരു ബോധം ആർക്കുണ്ടായി? അജാമിളനുണ്ടായി. അജാമിളൻ പെട്ടെന്ന് എണീറ്റ് നോക്കുമ്പോൾ യമദൂതരുമില്ല, വിഷ്ണുദൂതരുമില്ല. ഇതെല്ലാം കിംവാ സ്വപ്നം, ഒരു സ്വപ്നം പോലെ തോന്നിയെന്നാണ്. പിന്നെ അദ്ദേഹം അവിടെ നിന്നില്ല. അദ്ദേഹത്തിന് മനസ്സിലായി, ഞാൻ എൻ്റെ മനസ്സിനെ മാറ്റിയെടുത്തില്ലെങ്കിൽ ഞാൻ
ചിന്തിച്ചതും ചെയ്തതുമായ കർമ്മങ്ങളുടെ എല്ലാം കർമ്മഫലം എന്നെ വേട്ടയാടും. അപ്പം ആ കർമ്മഫലങ്ങളൊക്കെ എന്നെ തളർത്തുന്നതിന് മുമ്പ് എൻ്റെ മനസ്സിനെ ഞാൻ വളർത്തണം, മനസ്സിനെ ഞാൻ കരുത്തുള്ളതാക്കണം. ഇത് നമുക്കൊക്കെ ഉള്ളൊരു ലെസനാണ്. പ്രായമാകും തോറും നമ്മുടെ മനസ്സ് ക്രമേണ തളരും. എന്താ തളരാൻ കാരണം എന്നറിയോ? ചെറുപ്പകാലങ്ങളിലൊക്കെ ലൗകിക ജീവിത സുഖങ്ങളിൽ ശരീരത്തിൻ്റെയും കുടുംബത്തിൻ്റെയും മാത്രം സൗകര്യങ്ങളും സുഖങ്ങളും നോക്കിയപ്പോൾ നമ്മൾ അറിയുന്നില്ല ഈ ശരീരവും കുടുംബമൊക്കെ നമ്മളിൽ നിന്നും അകലുകയും തളരുകയും ചെയ്യുമെന്ന്. അപ്പം അതിലൊക്കെ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന മനസ്സും തളരാൻ ബാധ്യസ്ഥമാണ്. അപ്പം അങ്ങനെ മനസ്സ് തളരാതിരിക്കണമെങ്കിൽ ഞാൻ എൻ്റെ മനസ്സിനെ കൂടുതൽ ഉയർത്തേണ്ടതുണ്ട്. ഈ തിരിച്ചറിവുണ്ടായി അജാമിളന്. അതുകൊണ്ടോ സർവത്ര സംഘം സൃജ്യ, അദ്ദേഹം വീടൊക്കെ വിട്ടു. എന്നിട്ട് അദ്ദേഹം നേരെ പോകുന്നത് ഗംഗാദ്വാരമുപേയായ മുക്ത സർവാനുബന്ധന. ഗംഗാദ്വാരം എന്ന് പറഞ്ഞാൽ ഹരിദ്വാർ എന്നാണ് അർത്ഥം. എല്ലാം വിട്ടിട്ട് ഈ അജാമിളൻ എങ്ങോട്ടാ പോയത്? എങ്ങോട്ട് പോയി? പൊതുവേ നമ്മൾ ഈ തെറ്റായി കഥകളൊക്കെ കേട്ടിട്ടുണ്ട്. അതായത് അജാമിളനങ്ങടെ നാരായണ എന്ന് വിളിച്ചപ്പോഴേക്കും വൈകുണ്ഠത്തിൽ നിന്ന് ഫ്ലൈറ്റ് വന്നു, ഇദ്ദേഹത്തിനെ ഫ്ലൈറ്റിൽ വൈകുണ്ഠത്തിലേക്ക് കൊണ്ടുപോയിന്ന്. അങ്ങനെയൊന്നും ഭാഗവതത്തിൽ എഴുതി വച്ചിട്ടില്ല. ഭാഗവതത്തിൽ ഈ ഫ്ലൈറ്റ് പരിപാടിയൊന്നുമില്ല. ഭാഗവതത്തിൽ വളരെ വ്യക്തമായി എഴുതി വച്ചിരിക്കുന്നത് ഇതി ജാതസ്സു നിർവേദ ക്ഷണസംഖ്യേന സാധുഷു ഗംഗാദ്വാരമുപേയായ മുക്ത സർവാനുബന്ധന. ശ്രീമദ് ഭാഗവതം 6-ാം സ്കന്ധം 2-ാം അധ്യായത്തിലെ ഈ 64-ാമത്തെ ശ്ലോകമായിരിക്കണം. അതാണ് ഞാൻ ഈ പറയുന്നത്. ഏതായാലും അജാമിളൻ നേരെ എല്ലാ ബന്ധങ്ങളും വിട്ട് എവിടേക്ക് പോയി? ഗംഗാദ്വാര, ഹരിദ്വാറിൽ പോയി. അവിടെ ചെന്നിട്ട് തസ്മിൻ ദേവസദനെ, ആ ദിവ്യഭൂമിയിൽ, ആ പവിത്ര ഭൂമിയിൽ ആസീനം ഒരു ഭാഗത്തിരുന്ന് എന്ത് ചെയ്തു? അദ്ദേഹം എന്ത് ചെയ്തു? ധ്യാനമൊക്കെ ചെയ്യാൻ തുടങ്ങി. ജപവും ധ്യാനവും ചെയ്യാൻ തുടങ്ങി. അങ്ങനെ മനസ്സ് ജപത്തിൽ മുഴുകി തൻ്റെ എല്ലാ തെറ്റുകളെയും മറന്ന് തൻ്റെ എല്ലാ തരത്തിലുള്ള ചിന്തകളും വിട്ട് ഏതിൽ തന്നെ മുഴുകി? നാമത്തിൽ അങ്ങനെ മുഴുകി സമയം പോയതൊന്നും അറിഞ്ഞില്ല. അപ്പം അദ്ദേഹത്തിന് മനസ്സിലായി, ഇനി എൻ്റെ മനസ്സ് സ്വസ്ഥമായി. കാരണം ഇപ്പോൾ എൻ്റെ മനസ്സിൽ വേണ്ടാത്ത വിചാരങ്ങളൊന്നും ഇല്ല. അങ്ങനൊരു വലിയൊരു പ്യൂരിഫിക്കേഷൻ മനസ്സിലുണ്ടായി. ആ ഒരു ജപത്തിൻ്റെ പരിശുദ്ധിയിൽ കുറേ കഴിഞ്ഞിട്ട് അദ്ദേഹം ഹിത്വാ കളേബരം തീർത്തേ ഗംഗായം ദർശനാദനോ സത്യസ്വരൂപം ജഗൃഹേ ഭഗവത് പാർശ്വവർത്തിനം. ഭാഗവത്തിൽ പറയുന്നത് ഗംഗയിൽ ശരീരം ഉപേക്ഷിച്ചു എന്നാണ്. ഭഗവത് ആ സ്മരണയോട് കൂടിയിട്ട്, നാമജപത്തോടു കൂടിയിട്ട് അദ്ദേഹം മനസ്സിനെ പ്യൂരിഫൈ ചെയ്തു എന്നാണ്. അപ്പം നാമജപം എന്ന് പറയുന്നത് കേവലം നമ്മൾ ജപിച്ചാൽ പോരാ, മനസ്സതിലേക്ക് അങ്ങോട്ട്, ഞാൻ പറഞ്ഞു നാമ ആസക്തിയാണ് ഭക്തി എന്ന്. എന്താണ് ഭക്തി? മറക്കരുത്, നാമത്തിലുള്ള ഒരു ആസക്തി വരാനുണ്ട്. അതായത് എത്ര ജപിച്ചാലും നമുക്ക് മതി എന്നൊരിക്കലും തോന്നാത്ത വിധത്തിൽ മനസ്സ് അതിൽ തന്നെ വീണ്ടും മുഴുകാൻ ഒരു ഉൾപ്രേരണ വരിക. ആ ഉൾപ്രേരണ വന്നതും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് സകല വിചാരങ്ങളും ചിന്തകളും മാറി ആൾ സ്വസ്ഥനായി, മുക്തനായി. അപ്പം നാമജപം കൊണ്ട് സർവ്വപാപത്തിൽ നിന്നും മുക്തനാവും എന്ന് ഉറപ്പിച്ചു തരികയാണ്. അതാണ് വ്യാസഭഗവാൻ ഭാഗവതത്തിൻ്റെ ഒടുവിൽ പറഞ്ഞത്, നാമസങ്കീർത്തനം യസ്യ സർവപാപ പ്രണാശനം പ്രണാമോ ദുഃഖശമന തം നമാമി ഹരിം പരം. ഇത് നമുക്ക് ഉറപ്പ് തരികയാണ്. അപ്പം നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് വെറുതെ ഇരുന്ന് ജപിച്ചാൽ പോരാ, ആ ജപത്തിൽ അത്രയും ആഴണം, വാഴണം, അതിലേക്ക് അങ്ങോട്ട് മുഴുകിച്ചേരണം. അങ്ങനെ ആർക്ക് സാധിക്കുന്നുണ്ടോ സകല പാപത്തിൽ നിന്നും ദുഃഖത്തിൽ നിന്നും അവർക്ക് മുക്തരായി തീരാൻ സാധിക്കും. എന്താണ് ഈ കഥ പറയുന്നത്? നാമജപം കൊണ്ട് ഉള്ളിലുള്ള ചിന്തകളെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. ഇതെങ്ങനെയാണ് സാധിക്കുന്നത്? ഞാൻ പറഞ്ഞത് ആവർത്തിക്കുകയാണ്. നാമത്തിലേക്ക് തന്നെ ശ്രദ്ധ വരുമ്പോൾ, നാമത്തിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യുമ്പോൾ
നമ്മുടെ മറ്റു ചിന്തകളിലേക്കുള്ള ശ്രദ്ധയുടെ തീവ്രത കുറഞ്ഞ് പിന്നെ നാമത്തോടുള്ള താല്പര്യം, നാമത്തോടുള്ള ഇഷ്ടം, നാമത്തോടുള്ള ആകർഷണം, നാമത്തോടുള്ള നമ്മുടെ ആ ഒരു തീവ്രത കൂടുന്തോറും മറ്റു ചിന്തകളിലോടുള്ള തീവ്രത ഉറക്കെ പറയൂ കുറയും. അപ്പോൾ ഒരു ചിന്തയിലേക്കുള്ള തീവ്രത കുറയണമെങ്കിൽ, മീൻസ് ശ്രദ്ധ പോകണമെങ്കിൽ, വേറൊരു ചിന്തയിലേക്കുള്ള ശ്രദ്ധ ഉറക്കെ പറയൂ കൂട്ടണം. അതിന് നമ്മൾ പരിശീലിച്ചല്ലേ പറ്റുള്ളൂ. അപ്പം നാമജപം കൊണ്ട് ദുഃഖം മാറുമോ? നാമജപം കൊണ്ട് ദുഃഖം മാറുമോ? പറയൂ, എങ്ങനെയാണ് മാറുന്നത്? ശ്രദ്ധിക്കുക നിങ്ങൾ. ദുഃഖം എന്നതൊരു ചിന്തയാണ്. ദുഃഖങ്ങളും വിഷമങ്ങളും ചിന്തകളാണ്. വാസ്തവത്തിൽ ചിന്തകളല്ല നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്നത്. ആ ചിന്തയിലേക്കുള്ള നമ്മുടെ ശ്രദ്ധയാണ് നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്നത്. ആണോ അല്ലയോ? അപ്പം ആ ശ്രദ്ധയുടെ ആകർഷണം, ശ്രദ്ധയുടെ തീവ്രത, അതിലേക്ക് പോവാൻ കാരണം എന്താണ്? അതിനോടൊരാസക്തി ഉള്ളത് കൊണ്ടാണ്. ചില ആളുകൾക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഈ ലൗകിക വർത്തമാനം പറയുന്നത് വലിയ ഇൻട്രസ്റ്റ് ആയിരിക്കും. ചിലവർ ഈ അനുഷ്ഠാനങ്ങളൊക്കെ കൊണ്ടു നടക്കുന്നവർക്ക് അതിനോടുള്ള താല്പര്യം പറയൂ കുറച്ച് കുറവായിരിക്കും. ആണോ അല്ലയോ? ഓരോ വ്യക്തികൾക്കും അവരവരുടേതായിട്ടൊരു വേവ് ലെങ്ത് ഉണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവർ, ഇപ്പം പൊളിറ്റിക്സിൽ ഇഷ്ടമില്ലാത്തവരോട് പൊളിറ്റിക്സ് പറഞ്ഞാൽ അവരുടെ ശ്രദ്ധ പൊളിറ്റിക്സിലേക്ക് പോവോ? പറയൂ. ഇപ്പം നിങ്ങളോട് ഞാൻ ഉക്രൈൻ്റെ പ്രശ്നങ്ങൾ, റഷ്യയും അതുപോലെ അമേരിക്കയും തമ്മിലുള്ള, ട്രംപും പുട്ടിനും തമ്മിലുള്ള ഡിസ്കഷനൊക്കെ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ പറയും സ്വാമി വല്ല പുട്ടും കഴിച്ചോളൂ എന്ന്. ആ ഇൻട്രസ്റ്റ് ഇല്ലാത്തവർക്ക് അതിൽ താല്പര്യം ഉണ്ടാവുമോ? ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിൽ ഇൻട്രസ്റ്റ് ഇല്ലാത്തവർ ഇവിടെ ഇരുന്ന് മൊബൈൽ തോണ്ടിക്കൊണ്ടിരിക്കും. കാരണം അവർക്കതിൽ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അവർക്ക് ആ ഇൻട്രസ്റ്റ് വരാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ചിലവർക്ക് ലൗകിക കാര്യത്തിലായിരിക്കും ഇൻട്രസ്റ്റ്. നിങ്ങൾ നോക്കൂ, തൃശ്ശൂരിലൊക്കെ പോയാൽ നിങ്ങൾക്ക് ആനക്കമ്പക്കാരെ കാണാം. ആനയോട് അത്ര കമ്പമാണ്. അവർക്ക് വീട്ടുകാരുടെ പേരറിയില്ലെങ്കിലും അവർക്ക് ആനയുടെ മുഴുവൻ പേരും അറിയാം. ഇപ്പം എന്നോടൊക്കെ, ഞാൻ അവിടെയൊക്കെ സപ്താഹത്തിന് പോകുമ്പോൾ എന്നോട് ചോദിക്കും, സ്വാമിക്ക് കുട്ടിശങ്കരനെ അറിയില്ലേ, ശങ്കരനാരായണനെ അറിയില്ലേ? അപ്പം ഞാൻ ചോദിക്കും, ഒറ്റപ്പാലത്തുള്ളതല്ലേ? അയ്യോ എൻ്റെ സ്വാമി, ആനയുടെ കാര്യമാണ് പറയണത്. അപ്പം ഇവർക്ക് ആന എന്ന് പറഞ്ഞാൽ അത്ര ഭ്രാന്താണ്. അത് ഇൻട്രസ്റ്റ് ഉള്ളവർക്കല്ലേ ആ വിഷയത്തിലോട് ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. ആണോ അല്ലയോ? അപ്പോൾ ഓരോരുത്തരുടെയും ശ്രദ്ധ അവരവരുടെ ആ ഇൻട്രസ്റ്റ് ഉള്ള കാര്യത്തിലേക്ക് പോകുന്നു. അപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിൽ പല വിഷമങ്ങളോ പ്രയാസങ്ങളോ അനാവശ്യ ചിന്തകളോ വരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അതിലേക്ക് ശ്രദ്ധ പോകുന്നു. അപ്പം ശ്രദ്ധ അതിലേക്ക് പോവാതിരിക്കാൻ എന്താ വേണ്ടത്? ആ ശ്രദ്ധയെ മറ്റൊന്നിൽ പിടിച്ചു നിർത്താനുള്ളൊരു പരിശീലനം വേണം. അപ്പം നാമം എന്തിനാ ജപിക്കുന്നത്? ശ്രദ്ധയെ ഒരിടത്ത് പിടിച്ചു നിർത്താനുള്ള പരിശീലനമാണ് ഏത്? നാമജപം. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ജപിച്ച് ശീലിച്ചു നോക്കും. കുറേ കഴിഞ്ഞാൽ ശ്രദ്ധ നാമത്തിലേക്ക് വന്ന് 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 കുറേ കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇപ്പോൾ എൻ്റെ മനസ്സിന് കുറേ സ്വസ്ഥതയും സമാധാനവും ശാന്തിയും കിട്ടുന്നുണ്ട്. കാരണം എൻ്റെ മനസ്സിപ്പോൾ വേണ്ടാത്ത ചിന്തകളിലേക്കൊന്നും പോകുന്നില്ല. മനസ്സിലാവുണ്ടോ ഈ പറയുന്നത്? ഇത് നിങ്ങൾ പരിശീലിച്ചെടുത്ത് നോക്കണം, നിങ്ങൾ പരീക്ഷിച്ച് നോക്കണം, നിങ്ങളുടെ ഉള്ളിൽ ഇത് ട്രെയിൻ ചെയ്തെടുക്കണം. ഇത് വേറൊരാൾക്ക് പറഞ്ഞു തരാനേ പറ്റുള്ളൂ. അപ്പം ഇങ്ങനെ അജാമിളൻ തൻ്റെ പാപത്തെ മുഴുവൻ പവിത്രീകരിച്ചു, അതിനെ പ്യൂരിഫൈ ചെയ്തു, ശുദ്ധീകരിച്ചു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആ ദുർബല ചിന്തകളിലേക്കൊന്നും അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ പോവാൻ അദ്ദേഹം അവർക്ക് പറയൂ അനുവദിച്ചില്ല. ഇതിപ്പം അജാമിളൻ്റെ മാത്രം കഥയാണോ? അതോ നമുക്കും ഇത് പരീക്ഷിച്ച് നോക്കാൻ പറ്റുമോ? പറയൂ. അതാണ് ഭാഗവതം വഴി കാണിക്കുന്നത്. ഭാഗവതം ഏത് കഥ പറയുന്നതും ആ കഥയിൽ കേവലം ഒരു സന്ദേശം മാത്രമല്ല, മീൻസ് ഒരു നാമം ജപിച്ചോളൂ എന്ന് പറയില്ല. അതിനൊരു യുക്തി, അതിനൊരു സയൻസ് നമ്മളെ ബോധ്യപ്പെടുത്തി തരികയാണ്. അത് നമുക്ക് കൺവിൻസ്ഡ് ആയാൽ പിന്നെ നിങ്ങളുടെ ജീവിതം നിങ്ങൾ തീരുമാനിക്കണം എങ്ങനെ കൊണ്ടു നടക്കണം എന്നുള്ളത്. ഏത് വ്യക്തിക്കും അവരുടെ മനസ്സ് മാറ്റിയെടുക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം
അവർക്ക് പറയൂ, ഉണ്ട്. അപ്പം ഇവിടെ തെറ്റ് ചെയ്ത ഒരു അജാമിളൻ്റെ കഥ എന്തിനാ പറഞ്ഞത്? എന്തിനായിരിക്കും വ്യാസഭഗവാൻ ആ കഥ എടുത്തത്? കാരണം ഒരാൾ തെറ്റ് ചെയ്തു, തെറ്റ് സംഭവിച്ചു. ആ തെറ്റിനെ ഓർത്തിരുന്ന് ഉള്ളിലിങ്ങനെ, ഞാൻ എന്തിനാ അത് തെറ്റ് ചെയ്ത്, ഞാൻ എൻ്റെ ഭാര്യയോട് ഇത് ചെയ്യരുതായിരുന്നു, എൻ്റെ അമ്മയോടും അച്ഛനോടും ഇത് ചെയ്യരുതായിരുന്നു, എൻ്റെ മക്കളോട് ഞാൻ ഇത് തന്നെ അയവിറക്കി കുറ്റബോധത്തിൽ വെന്ത് നീറി ചത്തുപോവാനല്ല നമ്മളോട് പറയുന്നത്. നമ്മളോട് പറയുന്നത് തെറ്റ് സംഭവിച്ചു, ഓക്കെ, ജസ്റ്റ് ലീവ് ഇറ്റ്. ഇനി കഴിഞ്ഞതിനെ കുറിച്ചിരുന്ന് ചിന്തിക്കുകയല്ല. ഏത് പാപത്തിൽ നിന്നും നമുക്ക് പുറത്ത് കടക്കാൻ സാധിക്കുന്നവരാണ് എപ്പോഴും ആ ബോധമുണ്ടാവുക. ഏത് തരത്തിലുള്ള നരക ചിന്തയിൽ നിന്നും പുറത്ത് കടക്കാൻ സ്വാതന്ത്ര്യമുള്ള, ശക്തിയുള്ള, കഴിവുള്ള ഒരു മനസ്സ് നമുക്കെല്ലാവർക്കും ഉണ്ട്. ഗീതയില് 9-ാം അധ്യായത്തിൽ 30-ാം ശ്ലോകത്തിൽ കൃഷ്ണൻ പറയും, അഭിചേതസി പാപേഭ്യ പാപകൃത്ത സോറി ഇത് 4-ാം അധ്യായത്തിലാണ്. അതേ ശ്ലോകം വേറെ രീതി പറഞ്ഞു മാത്രം. ഇവിടെ പറയുന്നത് അഭിചേസു ദുരാചാര ഭജതേ മാമനന്യഭാ സാധുരേവ സമന്തവ്യ സമ്യക് വ്യവസ്ഥിതോ ഹിസ. അഭിചേത്, ഈവൻ ഈഫ് നിങ്ങൾക്കൊരു അബദ്ധം പറ്റി, ദുരാചാര, ഒരു ദുരാചാരം ചെയ്തു പോയി, ഒരു അബദ്ധം പറ്റി എന്ന് വെച്ചാൽ അങ്ങനെ നിങ്ങൾ തെറ്റ് ചെയ്യണം എന്നുള്ളതല്ല. അറിയാതെ നമ്മുടെ മനസ്സ് ചില ദുർബലതകളിലേക്ക് വീണുപോയി എന്ന് വെച്ച് അതിനെ തന്നെ അയവിറക്കി എൻ്റെ ജീവിതം ഇങ്ങനെയായി, ഞാനിങ്ങനെയായി എന്നും പറഞ്ഞിരുന്ന് ദുഃഖിക്കേണ്ട യാതൊരു അവർക്ക് പറയൂ. ഞാനിത് പറയുന്നുണ്ടല്ലോ, ഇന്നത്തെ കുട്ടികളിത് ശ്രദ്ധിക്കണം. കാരണം ഇന്ന് നമ്മുടെ കുട്ടികൾ ഒരുപാട് ഹോപ്പിൽ ജീവിക്കുന്നവരാണ്. ഇന്നിപ്പോൾ ധാരാളം കുട്ടികൾ ഈ PSC എഴുതുന്നു, അതുപോലെ തന്നെ ബാങ്ക് കോച്ചിങ്ങിന് പോകുന്നു. കേട്ടിട്ടില്ലേ ഇതൊക്കെ? ഇതൊന്നും ഒരു പക്ഷേ ക്ലിക്ക് ചെയ്തിട്ടില്ല, മീൻസ് കിട്ടിയിട്ടില്ല. കാരണം PSC ഒക്കെ നിങ്ങൾക്ക് അറിയാലോ, മുൻവാതിലിലൂടെ കയറാനാണ് അവർ ട്രൈ ചെയ്യുന്നത്. പക്ഷെ ഗവൺമെൻറ് അപ്പോഴേക്കും പിൻവാതിലിലൂടെ ആളെ കയറ്റിയിരുത്തിയിട്ടുണ്ടാകും. കേരളത്തിന് എന്താ പ്രത്യേകിച്ചാൽ മുൻവാതിലാണ് നിയമപരമായിട്ട് തുറന്നു കൊടുക്കേണ്ടത്. പക്ഷേ പിൻവാതിൽ അതിനു മുമ്പ് തന്നെ, നിങ്ങൾ മിക്കവാറും അമ്പലങ്ങളൊക്കെ ഒന്ന് പോയി നോക്കൂ, മുൻവാതിൽ തുറക്കുമ്പോഴേക്കും പിൻവാതിലൂടെ ആൾക്കാർ അതിൻ്റെ അകത്ത് ആൾക്കാരുണ്ടാവില്ലേ? ഉണ്ടാവില്ലയോ? അപ്പം ഇതുപോലെ PSCയിലും ആൾക്കാർ നേരെ തന്നെ അവിടെ എത്തിയിട്ടുണ്ടാവും. പാവം ഇത് പരീക്ഷയും കഴിഞ്ഞ് സർട്ടിഫിക്കറ്റും കാത്തിരിക്കുകയാണ്. എല്ലാവർക്കും അത് കിട്ടണം എന്നില്ലല്ലോ. അപ്പം ചിലർക്ക് ഡിപ്രഷൻ വരും. ഞാൻ ഇത്രയും പഠിച്ചു, ഞാൻ ഇത്രയും കാലം അതിനു വേണ്ടി മെനക്കെട്ടു, എനിക്കൊന്നും കിട്ടുന്നില്ല. കല്യാണം നടക്കാത്തതിൽ ഡിപ്രഷൻ ആവുന്നവരില്ലേ? ഉണ്ടോ ഇല്ലയോ? നമ്മുടെ ഹിന്ദു സമൂഹത്തിൽ കൂടുതലാണ്. കല്യാണം നടക്കാത്തതിൽ ഉണ്ടോ ഇല്ലയോ? അതുപോലെ തന്നെ കുഞ്ഞുങ്ങളാവാത്തതിൽ ഡിപ്രഷൻ ആവുന്നവരില്ലേ? ഉണ്ടോ ഇല്ലയോ? അപ്പോൾ ഈ തരത്തിലൊക്കെ ഉള്ള ഡിപ്രഷൻ വരുമ്പോൾ ശ്രദ്ധിക്കുക. നിങ്ങളോട് എനിക്ക് പറയാനുള്ളൊരു പ്രധാന പോയിന്റ് ഇതാണ്. ഈ ഡിപ്രഷൻ നമ്മൾ കൊണ്ടു നടന്നാൽ അത് കൂടുതൽ സിവിയറായി അത് മനസ്സിനെയും ശരീരത്തെയും നാളത്തെ ജീവിതത്തെയും തകർക്കും. കാരണം ഇന്നത്തെ അനാവശ്യ ചിന്തയാണ് നാളത്തെ ജീവിതത്തിൻ്റെ പരാജയം എന്നെപ്പോഴും ഓർത്തോണം. ഇന്നത്തെ അനാവശ്യ ചിന്തയാണ് നാളത്തെ ജീവിതത്തിൻ്റെ അവശ്യത എന്നോർക്കണം. അപ്പം ഇന്ന് ഞാൻ ചിന്തിക്കുന്നതിൽ നിന്നും പുറത്ത് കടന്നാൽ ഇതിൽ നിന്ന് പുറത്ത് കടക്കാൻ എന്തെങ്കിലുമൊക്കെ ഒരു വഴി ഉണ്ടാവും.